എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവം. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം തന്നെ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് കഷ്ണമായിട്ടുള്ള മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ സാധാരണ വറുക്കുന്നതിനേക്കാളും കുറച്ചായിട്ടാണ് നമ്മൾ മുളക് പൊടിയൊക്കെ എടുക്കുന്നത്. പിന്നെ കുറച്ച് ലെമൺ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീനൊന്ന് ഇതിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണയിലല്ല കേട്ടോ, കുറച്ച് മാത്രം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിതിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം എങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിലും മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്ത് പോലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ നമ്മുടെ കുക്കുംബറാണ് കേട്ടോ നീളത്തിലരിഞ്ഞത്, കുറച്ച് ബീൻസ്, സവാള, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, എല്ലാത്തിലും ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് നമുക്കിത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ അതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ചതച്ച മുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പെല്ലാം ഞാനിതിൽ വളരെ കുറവായിട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വാടിയാൽ മതി, അപ്പോഴത്തേന് വെന്ത് വരും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടിയതിന് ശേഷം ചോപ്പറിൽ ഞാനൊരു പകുതി ക്യാരറ്റും കുറച്ച് ക്യാബേജും കൂടി ചോപ്പ് ചെയ്തതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പതുക്കെ വാടി വന്നതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പതുക്കെ തള വന്നു കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും സൂപ്പിനൊക്കെ നല്ലത്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴത്തേന് നമ്മുടെ സൂപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾ സൂപ്പ് കുടിക്കാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾ സൂപ്പ് കുടിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം സോയ സോസ് കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ തിള വന്നതിന് ശേഷം നമ്മളിത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മാത്രമാണ് കേട്ടോ ചോറ് എടുക്കുന്നത്, ഒരു ചെറിയ കപ്പ്. പിന്നെ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഗ്രില്ല് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ സൂപ്പ്. അപ്പോൾ ഡയറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഉച്ചയ്ക്ക് ഇതുപോലെ മീൽസ് ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഫിഷിന് പകരം ചിക്കൻ ആണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ഊണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പോയിട്ട് വരാം.